Theorem 9.7. If A is a linear map from Rn to Rm, then norm A is finite and A is uniformly continuous mapping of Rn into Rm. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 3 കാര്യങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ഒരു ലീനിയർ മാപ്പാണ് Rn നിന്ന് Rmലേക്ക് എങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ നോം എ ഫൈനൈറ്റ് ആണെന്നും എ ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് മാപ്പാണ് Rn നിന്ന് Rmലേക്ക് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്കറിയാം Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസാണ് E1 E2 എക്സെട്ര En എന്നുള്ളത്. ആൻഡ് നമുക്ക് നോം എനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഏത് എക്സ് ബിലോങ്സ് ടു Rനെയും നിങ്ങൾക്ക് സിഗ്മ I = 1 to n CI എന്ന് എഴുതാം. നോമിൻ്റെ ഇതായതുകൊണ്ട് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നും കൂടി സപ്പോസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും മോഡ് CI ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ I = 1 to എക്സെട്ര n. അതായത് C1 C2ൻ്റെ എല്ലാ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന്. അതെങ്ങനെയാണ്? നമുക്കറിയാലോ CI² കൂടെ ബാക്കിയുള്ള n-1 ടേംസിൻ്റെ സ്ക്വയേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് CI² ഈക്വലോ അല്ലെങ്കിൽ CI² വലുതോ ആയിരിക്കും. കാരണം ഈ ആഡ് ചെയ്യുന്ന C1² C2² ഇവരെല്ലാവരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ദെൻ നിങ്ങൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മോഡ് CI ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് C1² + C2² + എക്സെട്ര + CN² എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാരാ ശരിക്കും നോക്കൂ, C1 E1 + E2 E2 + എക്സെട്ര CN EN. അപ്പം മോഡ് എക്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് C1² + C2² + എക്സെട്ര + CN² ആയിരിക്കും അല്ലേ. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് മോഡ് എക്സ്. മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഓരോ CIസിൻ്റെ മോഡുലസ് വാല്യൂവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്ക് വേണ്ടത് നോമിലേക്ക് ആയതുകൊണ്ട് നോമ വരുത്താനായിട്ട് AX എന്താണെന്ന് നോക്കാം. AXനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? A × സിഗ്മ I = 1 to n CI EI എന്ന് എഴുതാം. ഇനി എയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ I = 1 to n CI AEI എന്ന് വരും അല്ലേ. ഇനി മോഡുലസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ മോഡ് AX ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ I = 1 to n CI AEI എന്ന് എഴുതാം. ദെൻ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുക. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I = 1 to n മോഡ് CI AEI എന്ന് പറഞ്ഞു കിട്ടും. ദെൻ രണ്ട് പ്രോഡക്റ്റിനാകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് മോഡിനെ സ്പ്ലിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ദെൻ നിങ്ങളെന്ത് അപ്ലൈ ചെയ്യുന്നു? മോഡ് CIയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്നുള്ളത് അപ്ലൈ ചെയ്താൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I = 1 to n മോഡ് AEI എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇത് മോഡ് AX ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I = 1 to n മോഡ് AEI എന്ന് കിട്ടി. ഇതൊരു ഫൈനൈറ്റ് സമ്മാണ്. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. Rmലുള്ള എലമെൻസിൻ്റെ ഫൈനൈറ്റ് സമ്മാണ്. അപ്പോൾ അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങളുടെ ആ നോമയുടെ ഡെഫിനിഷനകത്ത് വരുന്ന ഓരോ മോഡ് AXകളും ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ സുപ്രീമം എഗെയിൻ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? ഫൈനൈറ്റേ വരുള്ളൂ. സോ നോം A നിങ്ങൾക്ക് ഫൈനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ A പാർട്ടിലെ ഈ ഭാഗം പ്രൂവ് ചെയ്തു. ഇനി A യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ് ഇനി അടുത്തത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫോർ ഓൾ x, y ബിലോങ്സ് ടു Rn നമുക്ക് മോഡുലസ് ഓഫ് AX - y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം A × മോഡ് x - y എന്ന് എഴുതാമല്ലോ. നമ്മൾ തൊട്ട് മുന്നത്തെ ആ ഡെഫിനിഷൻ 9.6 C പാർട്ടിൽ ഇത് കണ്ടതാണ്. മോഡ് AX ആണെങ്കിൽ ഇവിടെ x വരും. ഇപ്പോൾ ഇവിടെ ആരാ വന്നിരിക്കുന്നത്? x - y ആകുമ്പോൾ ഇപ്പുറത്ത് മോഡ് x - y വന്നു. ഇനി A of x - y A ലീനിയർ ആയതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? AX - AY എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറ്റി എഴുതാം. അപ്പോൾ ദിസ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് AX - AY ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം A മോഡ് x - y എന്ന് കിട്ടും. നോം A ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇതൊരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് K ആണെന്ന് കാണുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഇതിനെങ്ങനെ കാണാം, മോഡുലസ് ഓഫ് എ എക്സ് മൈനസ് എ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ. അതല്ലേ നമ്മുടെ ആ ലിപ്ഷിറ്റ് കണ്ടീഷൻ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ലിപ്ഷിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്താവും, യൂണിഫോംലി കണ്ടിന്യൂസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എ പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. For a comma b belongs to L of Rn comma Rm and C is a scalar, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് norm of a plus b is less than or equal to norm a plus norm b and norm of CA is equal to mod C into norm A എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ഇഫ് വി ആർ ഡിഫൈനിങ് ബൈ ദിസ് നോം എ മൈനസ് ബി, ദെൻ യു ക്യാൻ മേക്ക് എൽ ഓഫ് ആർ എൻ കൊമ ആർ എം വിത്ത് ദിസ് ഡിസ്റ്റൻസ് എ മെട്രിക് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ രണ്ട് ഇൻഇക്വാളിറ്റീസ് പ്രൂവ് ചെയ്യാം, ദെൻ നമുക്ക് ഇയാളെ മെട്രിക് സ്പേസ് ആക്കാം. അപ്പോൾ ആദ്യം നോം ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കെപ്പോഴും മോഡിൽ നിന്ന് തുടങ്ങണം. മോഡ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ്. ഇപ്പോൾ ഡെഫിനിഷൻ പ്രകാരം മോഡ് എ എക്സ് പ്ലസ് ബി എക്സ് ആണ്. അപ്പോൾ ഇതിൽ ട്രയാങ്കിൾ മോഡുലസിൽ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എക്സ് പ്ലസ് മോഡ് ബി എക്സ്. ഇനി നമ്മുടെ ആ നേരത്തെ ഈ റിസൾട്ട് അല്ലേ, ആ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് പ്ലസ് നോം ബി ഇൻറ്റു മോഡ് എക്സ്. മോഡ് എക്സ് കോമൺ എടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി ഇൻറ്റു മോഡ് എക്സ്. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എം. അപ്പോൾ ഇതൊക്കെ ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇതും ഫൈനൈറ്റാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷനിലെ ആ ലാംഡഡ പാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, നോം ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലത്തെ ഇൻഇക്വാളിറ്റി ആയി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടും ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ, നോം ഓഫ് സി എ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോം സി എ വരണമെങ്കിൽ മോഡുലസ് ഓഫ് സി എ എക്സ് എന്ന് തുടങ്ങണം. അപ്പോൾ മോഡ് സി എ എക്സ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എ എക്സ് എന്ന് വരും. മോഡ് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടു മോഡ് സി ഇൻറ്റു മോഡ് എ എക്സ് എന്ന് എഴുതാം. ഇനി നേരത്തെ ആ മോഡ് എ എക്സിന് ഈ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് വരും. അപ്പോൾ എഗെയിൻ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ ആ റിസൾട്ട് പ്രകാരം നിങ്ങൾക്കിതിനെ എങ്ങനെ, ഇത് ഓരോ ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ ഇതിൻ്റെ സുപ്രീമം എഗെയിൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് സി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സൈഡിലത്തെ ഇൻഇക്വാളിറ്റി കിട്ടി. അടുത്തതിൻ്റെ ഇൻഇക്വാളിറ്റി കിട്ടാൻ സി 0 ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സി 0 അല്ലാത്ത കേസാണെങ്കിൽ നോം ഓഫ്, കാരണം സി 0 ആണെങ്കിൽ ഈ ഇൻഇക്വാളിറ്റി ഇത് ക്ലിയർലി ട്രൂ ആയിരിക്കും. അപ്പോൾ പിന്നെ സ്പെഷ്യലായി പറയേണ്ട കാര്യമില്ല. അപ്പോൾ നോൺ സീറോ സി വാല്യൂസിനാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ സി നോൺ സീറോ ആകുമ്പോൾ 1/c എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോം ഓഫ് 1/c ഓഫ് സി എ എന്ന് എഴുതാം. വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/mod c ഇൻറ്റു നോം സി എ. അതാണ് നമ്മൾ ഈ പാർട്ട് വെച്ച് പ്രൂവ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ അതായത് ആ കോൺസ്റ്റൻറ്റ് സിയുടെ സ്ഥാനത്ത് ഇവിടെ 1/mod c വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 1/c വന്നു, ഇങ്ങോട്ട് വരുമ്പോൾ 1/mod c ആയി എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/mod c ഇൻറ്റു നോം സി എ. സോ ദിസ് ഇംപ്ലൈസ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇത് ശരിക്കും ഈ സിയും പോയി നോം എ ആണല്ലോ. അപ്പോൾ നോം എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/mod c ഇൻറ്റു നോം സി എ. മോഡ് സീന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇൻഇക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. ദിസ് വിൽ ബി ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സി എ എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇക്വാളിറ്റി ആണെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പറയേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള അതായത് എൽ ഓഫ് ആർ എൻ കോമ ആർ എമ്മിൽ രണ്ട് പേര് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നോം എ മൈനസ് ബി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എയും ബിയും തമ്മിലുള്ള ഇത് നോം എ മൈനസ് ബി ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മെട്രിക് സ്പേസ് ആവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം.
അപ്പോൾ അത് മെട്രിക് സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ കണ്ടീഷൻസ് ആദ്യം എന്തായിരിക്കണം, ഡി ഓഫ് എക്സ് കൊമ വൈ അല്ലേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോം ഓഫ് എ മൈനസ് ബി ക്ലിയർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം നിങ്ങൾ സുപ്രീമം എടുക്കുന്നത് മോഡുലസ് വാല്യൂകളുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ വാല്യൂസ് ആയിട്ടേ വരുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെ ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. അത് നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ എന്ന് പറയാം. നോം എ മൈനസ് ബി ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. നോം എ മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ് സച്ച് ദാറ്റ് എന്താണ് എക്സ് ബിലോങ്സ് ടു ആർ എൻ ആൻഡ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ വാല്യൂ ആണ് നിങ്ങൾക്ക് 0. അപ്പം മോഡുലസ് വാല്യൂസ് എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ സുപ്രീമം 0 ആവണമെങ്കിൽ നിങ്ങളുടെ ഈച്ച് ക്വാണ്ടിറ്റി എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടും. ഇനി ലീനിയർ ഇതിൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ് മൈനസ് മോഡുലസ് ഓഫ് എ എക്സ് മൈനസ് ബി എക്സ് നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടും, 0 ആണെന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം, എ എക്സും ബി എക്സും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ ആയതുകൊണ്ട് എയും ബിയും ഈക്വൽ ആണ്, ആ ഫങ്ഷൻസ് തന്നെ ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് എല്ലാ കേസസും. എല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കേസും ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് പറയാനും കുഴപ്പമൊന്നുമില്ല. എയും ബിയും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ വെച്ചിട്ടും നോം എ മൈനസ് ബി 0 ആണെന്ന് പറയാം. ഇനി നോം എ മൈനസ് ബിയും നോം ബി മൈനസ് എയും ഈക്വൽ ആണ്. എന്താണെന്ന് വെച്ചാൽ മോഡുലസ് ആണ്, നിങ്ങൾ മോഡുലസുകളുടെ സുപ്രീമമാണ് എടുക്കുന്നത്. അപ്പോൾ മോഡിൽ നിങ്ങൾക്ക് തിരിച്ചിടാലോ, മോഡ് ബി മൈനസ് എ അല്ലെങ്കിൽ മോഡ് എ മൈനസ് ബി എന്നിട്ടാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് പറ്റും, നിങ്ങളുടെ ഇത് സിമ്മെട്രിക് ആണ് എന്ന് പറയാൻ പറ്റും. നോം എ മൈനസ് ബിയും നോം ബി മൈനസ് എയും സെയിം ആണെന്ന് പറയാൻ പറ്റും. ഇനി ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ നോം എ മൈനസ് സിയിൽ നിന്ന് തുടങ്ങുന്നു, പ്ലസ് ബി മൈനസ് ബി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ പ്രൂവ് ചെയ്തതാണ് നോം ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ നോം ബി. അപ്പോൾ ഇതിന് ഒരാളായി കാണാം, അത് അടുത്ത മാപ്പായിട്ട് കാണാം. സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി പ്ലസ് നോം ഓഫ് ബി മൈനസ് സി. അപ്പോൾ ഡി ഓഫ് എ ബിനെ ഇത്തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൽ ഓഫ് ആർ എൻ കൊമ ആർ എമ്മിനെ നിങ്ങൾക്ക് എന്താക്കാനായിട്ട് പറ്റും, ഒരു മെട്രിക് സ്പേസ് ആക്കാനായിട്ട് പറ്റും. ഇനി സി പാർട്ട്, if A belongs to L of Rn comma Rm and B belongs to L of Rm comma Rk, then norm BA is less than or equal to norm B into norm A എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ മോഡ് ബി എയും ബിയും ഒക്കെ എടുത്തു. നോം ബി എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മോഡ് ബി എ ഓഫ് എക്സ് എന്ന് തുടങ്ങാം. അപ്പോൾ ബി എ ഓഫ് എക്സിലെ പ്രോഡക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമ്പോസിഷനാണ്. സോ ദിസ് ഈസ് മോഡുലസ് ഓഫ് ബി ഓഫ് എ എക്സ് എന്ന് വരും. ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ ആ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു മോഡ് എ എക്സ് എന്ന് എഴുതാം. ഇനി എയിൽ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നോം ബി ഇൻറ്റു നോം എ ഇൻറ്റു മോഡ് എക്സ് എന്ന് എഴുതാം. സോ ഇത് ഓരോ മോഡുലസ് വാല്യൂ ആണ്. ആ വാല്യൂ തന്നെ ഇതിനേക്കാളും ചെറുതാവുമ്പോൾ നമുക്ക് ആ ലാംഡയുടെ ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും നോം ബി എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ. ഓക്കെ, അപ്പോൾ 3 പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. സോ യു ഹാവ് കംപ്ലീറ്റഡ് തിയറം 9.7. താങ്ക് യു.